ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇതെൻ്റെ കസിനാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയാണ് ഇവള്. അവളുടെ പേര് അഞ്ജു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഇന്ന് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ, അപ്പം നിങ്ങളെ ഒന്ന് രസിപ്പിക്കാം, രസമായാൽ മതിയായിരുന്നു. ഒരു ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു ഡയലോഗ് ചലഞ്ചാണ്. മലയാളം മൂവിയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഞങ്ങളിവിടെ പ്ലേ ചെയ്യുന്നു. അത് ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പണിഷ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ മൂവിയുടെ പേര്, സിനിമയുടെ പേര് നമുക്ക് പറയാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുറേ മുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് കടിക്കുക, ശിക്ഷ ഏറ്റുവാങ്ങുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമുക്കിനി അധികം വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് കിടക്കാം. നമ്മുടെ മുളകൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഓരോ ഡയലോഗായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നു. ആ സിനിമ ഏതാണെന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. പറയാൻ പറ്റിയില്ലെങ്കിൽ മുളകെടുത്ത് കടിക്കുന്നു. മുളക് കടിക്കാൻ പ്രത്യേകം കടിച്ച മുളക് തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കും. ബാക്കിയുള്ള മുളക് എനിക്ക് അടുക്കള കൊണ്ട് കൊടുക്കാമല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുഞ്ഞു പിള്ളേരല്ലേ, അപ്പൊ കുഞ്ഞു പിള്ളേർ ആദ്യം പറയും. അല്ല, മാന്നർമത്തായി സ്പീക്കിംഗ് അല്ലേ. ഒരു ചോയ്സ് തരാം, ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു ചോയ്സ് തരാം. മാന്നർമത്തായി സ്പീക്കിംഗ് അല്ല. ഞാൻ പറയട്ടെ, വിയറ്റ്നാം കോളനി. എടുത്തു ചൂടുള്ള മുളക് എടുത്ത്, ചൂടുള്ള നല്ലതായിട്ട് അടിക്കാൻ പറ്റിക്കാൻ പറ്റത്തില്ലേ? പറ്റിയില്ല. അപ്പൊ നമുക്ക് അടുത്ത് വെക്കാം. അയ്യോ, ഇത് മറ്റേ മംഗലശ്ശേരി നീലകണ്ഠന്റെ സിനിമ ദേവാസുരം. അടുത്ത് വെച്ചു. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? എനിക്കറിയത്തില്ല. മുകേഷിന്റെ സിനിമ നിനക്കറിയാം? നീ കഴിച്ചു. ഇതൊരു മുളക് ബജി ആയിരുന്നെങ്കിലേ, മുളക് ബജിച്ച നീയല്ലേ? മിഥുനം. യെസ്. അയാൾ കഥ എഴുതുകയാണ്. അതെ അതെ. ഏതാ? ഇതാരാ പറയണ്ടത്? ഞാനല്ലേ? ഞാൻ പറയേ. അയ്യോ, മേലെ പറഞ്ഞ രണ്ടുപേര്. മേലെ പറഞ്ഞ രണ്ടുപേര്. എന്റെ ഗർഭം ഇങ്ങനല്ല. കഴിക്കോട്ട് തപ്പില്ല. നീയാ പറയണ്ട. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടോ ഒരു പ്ലേറ്റ് പോരട്ടെ. വടക്ക് നോക്കിയതോ? ക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അല്ല, ഒരു ചോയ്സ് എന്താ? പാവുണ്ട് മുളക് കഴിക്കണ്ടേ? സന്ദേശം.
കഴിച്ചു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വലിയ തലവത്ത് പൂവിടുകയും മാതള നാരകം ഒക്കെയും ചെയ്തു നോക്കാം. തൂവാനും തുമ്പിയും. കാക്കത്തൂരി. Yes. Right answer. Excuse me. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. അയ്യേ, സാഗർ എലിയസ് ജാക്കി. നിങ്ങളുടെ പേരതാണോ? അല്ലേ? രാജാവിന്റെ പുത്രനോ? രാജാവിന്റെ മകൻ? ഒരു ചാൻസ് സാഗർ എലിയസ് ജാക്കി. ഇല്ല, അത് മറ്റേ പുതിയതാ, റീലോഡ്. അതിന്റെ രാജാവിന്റെ മകൻ. അല്ല, ഒരു ചാൻസ് ഉള്ള എനിക്കറിയത്തില്ല. 20ാം നൂറ്റാണ്ട്. ഇതെന്റെ ഐഡിയ ആയിപ്പോയി. അയ്യോ, എന്നെ പോലെ കൂളായിട്ടിരിക്കും. ആട്ടും തോരിട്ട ചെന്നായി. ഇത്രയ്ക്കും ശരീരത്തിൽ തൊലിക്കട്ടി നിനക്കൊണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇടക്കാലത്ത് വർഷാവർഷം മഴ വെച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. എനിക്ക് സത്യം പറയാലോ ഇതിന്റെ പേരില്ല. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. കഴിച്ചോ. ഇല്ല, അറിയത്തില്ലല്ലോ. സമയം കളയുന്നത്. ഇതിന്റെ പേര് കിങ് അല്ലേ? കിങ് അല്ലേ? ദ ട്രൂത്ത്. ദ കിങ് എന്നാണ്. 90s പിള്ളേർക്കൊന്നും അറിയത്തില്ല അല്ലേ? 90s അല്ലല്ലോ. നീ എന്തോ 2K പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കും. 90s-നൊക്കെ അറിയത്തുള്ളൂ. സിനിമ കണ്ടോണ്ട് പേരറിയത്തില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യമൊക്കെ കണ്ടോട്ടോ. നമ്മളിപ്പോൾ 90s പിള്ളേരെ പോലെ അങ്ങനെ കുറേ പ്രാവശ്യം ദൂരദർശൻ്റെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള ശീലമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം എന്നൊക്കെ കണ്ടിട്ടുണ്ട്, കാണത്തുള്ളൂ. അതും കൊച്ചിലെ. അതെനിക്കറിയാം. കൊല്ലാതിരിക്കാൻ പറ്റുമോ? കിലുക്കം അല്ലേ? ചിത്രമൻ. ഓ, ചിത്രം. ചിത്രം കിലുക്കം ഒരു സിനിമയല്ല. അഭിനയിക്കാം. ഭയങ്കര പരിപാടി. ഓ, ഇത് ഭയങ്കര എരിവ് കേട്ടോ. ഇതിന്റെ ഇത് ഉണ്ടോ? ഈ താഴെ വന്നു. അസിഡിറ്റി ഉണ്ടോ? അസിഡിറ്റി. ഒത്തിരി എരിവ് കഴിച്ചിട്ട് ഇല്ല, ഇതിനകത്ത് വെള്ളമില്ല. ഇത് എരിവ് ചലഞ്ചാ. ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി എരിവ് കഴിക്കാൻ പാടില്ല. നിർത്തിയാലോ? വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും നോക്കാം. ആദ്യം ആരാ പറയുന്നത് നോക്കാം. അല്ലെങ്കിൽ രണ്ടുപേർക്കും പറയാൻ പറ്റും നോക്കാം. രണ്ടുപേർക്കും അറിയാമെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും മുളക് കഴിച്ച് ഈ വീഡിയോ നമുക്കിവിടെ പരിസമാപ്തിയിലെത്തിക്കാം. രണ്ടുപേർക്കും അറിയാം. പറഞ്ഞോ. ഞാൻ പറയാം. അപ്പം നമ്മുടെ ചലഞ്ച് വീഡിയോ ഭീകരമായി. നോ ചീറ്റിംഗ്. നോക്ക്, എന്റെ മുളക് ഞാൻ ഇത്രയും കഴിച്ചു. മമ്മിക്ക് ബാക്കിയാണ്. 5ന്റെ മുളക് പോലും കാണുന്നില്ല. മുഴുവൻ കഴിച്ചു. ആത്മാർത്ഥതയുടെ. അപ്പൊ കുട്ടികളാരും ഇത് വീട്ടിൽ അനുകരിക്കാതിരിക്കുക. മുതിർന്നവരുടെ നേതൃത്വത്തിൽ മാത്രം അനുകരിക്കുക. അടുത്ത ചലഞ്ച് നമുക്ക്
ഇനി നമുക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ വല്ല ആപ്പിളോ ഓറഞ്ചോ ഐസ്ക്രീമോ ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ചലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.